over. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് അല്ല, സ്പെഷ്യൽ ഡേ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് അവസാനത്തെ വീഡിയോ അവസാനം വരെ കാണണം. അവസാനത്തെ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഒരു ഹിൻ്റ് ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അടുത്ത വീഡിയോ. അതിൻ്റെ ഒരു ഹിൻ്റ് അവസാനത്തെ പോർഷനിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഓക്കെ, ബൈ. അല്ല, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും ചെയ്ത് മടുത്തൊരു സംഭവമാണ് ഡേ ഇൻ മൈ ലൈഫ്. സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം ഡേ ഇൻ മൈ ലൈഫ് എന്താ, എല്ലാവരും ഞാൻ എണീറ്റു, ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചു, കാലത്തെ ഭക്ഷണം കഴിച്ചു, അവിടെ നിന്ന് പോയി, പിന്നെ ഇവിടെ കിടന്നു, ഇവിടെ ഫോൺ കണ്ടു, പിന്നെ ഇന്നത്തെ ഭക്ഷണം, അങ്ങനെ നമ്മുടെ വീട്ടിൽ അല്ലറ ചില്ലറ കാര്യങ്ങൾ കാണിച്ച് വൈകുന്നേരം വരെ വെറുപ്പിക്കലാണ് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു കുട്ടി എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തോളൂന്ന്. പക്ഷെ അധികം ആരാധകരൊന്നും ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അപ്പൊ ഞാനൊരു നല്ലൊരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. അപ്പൊ നല്ലൊരു സ്പെഷ്യൽ ഡേ അന്ന് നമുക്ക് വീഡിയോ ചെയ്യാം, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം, കാലത്തൊട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഡേ വന്നിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞങ്ങളുടെ തറവാട്ടില് തോറ്റമ്പാട്ട് തുടങ്ങി. അപ്പൊ അതിന്റെ ഫസ്റ്റ് ദിവസമാണ്. ഫസ്റ്റ് ദിവസം മാത്രമേ എനിക്ക് ചേരാൻ പറ്റുള്ളൂ. പിന്നെ അതിനേക്കാളും വലിയൊരു സ്പെഷ്യൽ ഡേക്കാണ് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം അതിനേക്കാൾ വലിയ ഒരു എന്താ പറയാ, എന്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ വളരെയേറെ ആകാംക്ഷയോട് കൂടി നമ്മൾ ഓണം, വിഷു എന്നൊക്കെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് എന്റെ വീട്ടിൽ നാളെയൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് ഈ നാട്ടിലുള്ളിടത്തോളം കാലം, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ സംഭവത്തിന് മാറി തടഞ്ഞാൽ വരും എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്തതുകൊണ്ട് എനിക്ക് പോവാണ്ടിരിക്കാൻ പറ്റി എന്റെ വീട്ടിലേക്ക്. അപ്പൊ ഫസ്റ്റ് ദിവസം എന്തായാലും തറവാട്ടിൽ കൂടിയിട്ട് എല്ലാവരെയും കണ്ട് നമ്മുടെ പരദേവതകളൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് അവിടുത്തെ നാഗപ്രതിഷ്ഠയാണ്. അപ്പൊ ആ നാഗപ്രതിഷ്ഠയ്ക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പൊ അത് നാഗപ്രതിഷ്ഠ ഒക്കെ കണ്ട് ഞങ്ങളുടെ തറവാട്ടിലെ അംഗങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് പോവാം. ഈ നാഗപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ തറവാട്ടിലും നാഗപ്രതിഷ്ഠയും നാഗദൈവങ്ങളൊക്കെ ഉണ്ട്. നാഗയക്ഷസും നാഗരാജാവും പിന്നെ എന്നിട്ട് അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെയും ഓൾറെഡി ഉണ്ട് അത്. പക്ഷെ നമ്മുടെ ഇത്രയും കാലമായിട്ട് വിഷ്ണുമായുടെ ഓപ്പോസിറ്റ് മുഖത്തോട് മുഖം ചേർന്നിട്ടാണ് രാജാവും നാഗയക്ഷസും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ അത് തറവാട്ടിൽ കുറച്ച് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ പ്രശ്നം വെച്ചപ്പോ ഉണ്ടായി. അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് പ്രശ്നം വെച്ച് നോക്കി വേറെ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ചടങ്ങാണ് ഇന്ന് നടത്തുന്നത്. അപ്പൊ പക്ഷെ എല്ലാ കൊല്ലം നാഗത്തിന് പാട്ടും കാളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഈ നാഗപ്രതിഷ്ഠ മാറ്റി വെക്കുന്നത് കൊണ്ട് ആ ഒരു ചടങ്ങാണ് ഇന്ന് പ്രധാനം കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കൊല്ലം തൊട്ട് ഈ ഒരു സംഭവം കാളം നാഗത്തിന്റെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത കൊല്ലം പരിപാടികൾക്ക് ഉണ്ടാകും കാണിച്ചു തരാം. പിന്നെ ഇന്ന് വൈകിട്ട് 2 കളുണ്ട്. പിന്നെ നാളെ ഉണ്ട് ദേവീര കളം. അങ്ങനെ 2 ദിവസമാണ് തോറ്റമ്പാട്ട്.
കാലത്ത് അമ്മ എണീറ്റിട്ട് ഇന്ന് കാലത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇന്ന് കാലത്ത് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാവാണ്ടിരിക്കില്ല. കാരണം എല്ലാ ദിവസവും പതിവ് 2 ദിവസം ഉണ്ടെങ്കിൽ 2 ദിവസം ഫുഡൊക്കെ ഉണ്ടാവും. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഫുഡ് ഉണ്ടാവും. അപ്പൊ ഞാനൊരു അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അമ്മ കാലത്ത് തന്നെ എന്റെ ഉപ്മാവൊക്കെ ഉണ്ടാക്കി. പക്ഷെ എന്താണ് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഉപ്മാവ് തന്നെയാണ്. ഉപ്മാവും ചായയും, പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടാവും, വൈകിട്ടും രാത്രി ചോറുണ്ടാവും. അതുകൊണ്ട് തോറ്റമ്പാട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മുടെ തറവാട്ടിലെ വീട്ടുകാർക്ക് ആർക്കും ഫുഡൊന്നും വെക്കേണ്ട, കാലത്ത് തന്നെ കുളിച്ച് യാത്രയായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടുള്ള 2 ദിവസം, അതായത് നല്ലൊരു ഭക്തി, ഒരു 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 പ്രത്യേക ഒരു സ്പിരിച്വൽ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ തോറ്റമ്പാട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഞാൻ ഉപ്മാവ് കഴിച്ചിട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് ഉപ്മാവ് വേണ്ട, ഞാൻ അതുകൊണ്ട് ചായ മാത്രം കുടിച്ചു. അപ്പൊ നാഗപ്രതിഷ്ഠ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ കേട്ടിട്ടുണ്ടോ, പാമ്പുമേക്കാട്ട് പോയപ്പോ ഞാൻ പറഞ്ഞിരുന്നു 100 പാലിനൊരു ഒരു വഴിപാടുണ്ട്. അപ്പൊ അതും ഇവിടെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി 100 പാലും ചടങ്ങ് എങ്ങനെ ചെയ്യാണെന്ന്, അത് ചെയ്യണതൊന്നും ഞാൻ അധികം കാണിക്കണമെന്നില്ല, അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിക്കാം. അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരുടെ നാളും പേരൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ അവസാനം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോ അതിന്റെ ഇടയ്ക്ക് ശാന്തി പേരും നാളൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ഇത് വഴിപാട് കഴിച്ച എല്ലാവരുടെയും പേരും നാളൊക്കെ കൊടുക്കുന്നുണ്ട്. നാഗദേവതകൾക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വഴിപാടാണ്. പിന്നെ മഞ്ഞൾ ഒരു വഴിപാടുണ്ട്. അപ്പൊ 100 പാലൊക്കെ ഞങ്ങള് കൊടുത്തിട്ടുണ്ട്. വീട്ടിലെ എല്ലാവർക്കും ഉള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം കഴിഞ്ഞ് എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് അതിന്റെ ഒരു എന്താ പറയാ തീർത്ഥം മാതിരി എന്തോ ഉണ്ട്. ആ തീർത്ഥത്തിൽ ശരിക്കും എന്താ പാലും നാളികേര വെള്ളം, കരിക്ക്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു തീർത്ഥാണ്. അപ്പൊ അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പായസമാണ് കുടിച്ചു. നല്ല അരിപ്പായസം,
ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പൊ ഇവിടുത്തെ ഇപ്പോഴത്തെ ചടങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പൊ എനിക്കിപ്പോ ഇനി ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഇനി വൈകുന്നേരം ഉള്ള ഇവിടെ പരിപാടി. അപ്പൊ എനിക്ക് അതിന് മുമ്പ് വീട്ടിലെത്തണം. കാരണം എനിക്ക് ഇവിടെ നിൽക്കുമ്പോ പോലും ഒരുപാട് എക്സൈറ്റ്മെന്റും സർപ്രൈസ് ആയിട്ട് എന്താ പറയാ, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നത് എന്റെ വീട്ടിൽ പോയിട്ടുള്ള ആ ഒരു ചടങ്ങിലേക്ക് പോവാനാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് എനിക്കതെന്ന് പറഞ്ഞ ഒരു വികാരാന്ന് പറയാം ഈ ഒരു സംഭവത്തിൽ. ചില വീട്ടിലെല്ലാവരും കൂടെ പാതിരാത്രി വരെ വായ് തോരാതെ സംസാരിച്ചിരിക്കാം, ഈ ഒരു ചടങ്ങ് കാത്തു നിൽക്കുക. അതൊരു ഭയങ്കര ഒരു നമ്മൾ പറയാ, നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ചെറുപ്പത്തിൽ ആസ്വദിച്ചിട്ട് ആഘോഷിച്ചുള്ള ഒരു സംഭവമാണ്. അത് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഓരോ ക്ലൂ നൽകുന്നത് അവസാനം ഇനി എന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ്. അവസാനം പോയി കഴിഞ്ഞ് ഇനി കുറച്ചൊരു ഷോപ്പിംഗ് ഉണ്ട്, പോണ വഴിക്ക് ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ കുഞ്ഞാപ്പും പാറും ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് 2 ദിവസമായി വന്നിട്ട്. വീട്ടിലൊരുവിധം അമ്മാമിയും എല്ലാവരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ കാണാനുള്ള ഒരു വെമ്പലാണ്, ഭയങ്കര എക്സൈറ്റ്മെന്റ്. അച്ഛൻ, അമ്മ, ചേട്ടൻ എല്ലാവരെയും കാണണം. അപ്പൊ ഷോപ്പിങ്ങിന് വേണ്ടി ഇരിഞ്ഞാലക്കുടയിലെ മാക്സിലാണ് ഞങ്ങൾ കയറിയത്. ഇവിടുത്തെ അടിപൊളി കളക്ഷൻസ് ആട്ടോ. കുറച്ച് ഇപ്പൊ നമ്മുടെ ഓഫറൊക്കെ ഉള്ള സമയത്ത് കയറാണെങ്കിൽ നമുക്ക് വമ്പൻ ഓഫറുകളൊക്കെ കിട്ടും. അല്ലാത്ത പക്ഷം അടിപൊളി നല്ല എന്താ പറയാ, എനിക്ക് ഡ്രസ്സൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റി ഒക്കെ ആയിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. കുറച്ച് റേറ്റ് ഒക്കെ കൂടുതലാട്ടോ. കുട്ടികൾക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ബനിയൻസുകളും ബാഗിൻസും ജീൻസും വുമൺസിനുള്ള ചുരിദാറുകളൊക്കെ ആയാലും ഒരു ഒഫീഷ്യൽ ലുക്കുള്ള ചുരിദാറുകളും പിന്നെ ഓഫീസിലേക്ക് കാഷ്വലായിട്ട് ഇട്ട് പോണ ചുരിദാർസും ഒക്കെ അടിപൊളിയാട്ടോ. പക്ഷെ ഞാൻ കുറച്ച് റേറ്റ് കൂടുതലും കാര്യങ്ങളും ഓഫറൊക്കെ ഉള്ള ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലാഭത്തിന് ഇത് വാങ്ങാട്ടോ. ഞങ്ങൾ ഇവിടെ വന്നത് ഒരു ബാഗി ജീൻസ് ഒക്കെ എടുക്കാനാണ്. അത് സെലക്ട് ചെയ്തപ്പോ എല്ലാം കാണുമ്പോൾ നമുക്ക് എല്ലാത്തിലേക്കും കണ്ണെത്തും. ഇത് കാണാനായിട്ടൊരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓടി നടക്കണം. അതിന്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത വീഡിയോസ് ഉണ്ട്, അടിപൊളി ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. 149 രൂപയ്ക്ക് ഗെറ്റ് ബൈ 3 ആണ്. അതായത് 3 വാങ്ങുകയാണെങ്കിൽ 149 രൂപ ഓരോരുത്തർ വെച്ച് കിട്ടും. അങ്ങനെയൊക്കെ വരുന്നത് വളരെ ഓഫറാണ്. നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ലാഭമുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് മൈനസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കവർ. അതിപ്പോ എല്ലാവരും ഇഷ്യൂസ് പറയാറുണ്ട്, ഭയങ്കരമായിട്ട് വീഡിയോസും കാണാറുണ്ട്. നമ്മൾ ഇത്ര അധികം എന്താ പറയുക, ഒരുവിധം ചിലപ്പോൾ 10,000, 2,000 രൂപയ്ക്ക് വാങ്ങിച്ചാലും നമുക്ക് കവർ ഫ്രീ ആയിട്ട് കൊടുക്കില്ല. കവർ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മാക്സിത്തെ ഒരു മൈനസ് പോയിന്റ് തന്നെയായിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ന്യായമല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് വെറുപ്പുള്ളത് ഈ ഒരു സംഭവമാണ്. ഇതിവിടെ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്കലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ നേരെ ബാസ്കിൻസ് കയറിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. എനിക്ക് വേണ്ട, ഐസ്ക്രീമോട് വലിയ താല്പര്യം കുറവാണ്. തൊട്ടപ്പുറത്ത് അവിടെ പോയിട്ട് ഒരു ബർഗറും പിന്നെ ഒരു ക്യാപിച്ചിനോ കഴിച്ചു. സൂപ്പർ ആട്ടോ. ഞാൻ ആദ്യമായിട്ട് ക്യാപിച്ചിനോ കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ കോഫി കുടിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കോഫി കുടിച്ചു വയറ് ഫുള്ളായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ 2:30 ആയെങ്കിലും ഇവിടെ കറങ്ങി ഇതപ്പോ 3:30 കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ കരുവന്നൂർക്ക് പോവാ. ഇനി കരുവന്നൂർ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പൊ ഇനിയുള്ള എന്റെ വീഡിയോസോ അപ്പുറത്ത് വെച്ചിട്ടുള്ള നമ്മൾ അടിച്ചു പൊടിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഭരണിയുടെ വീഡിയോ അടിപൊളിയായി ഹിറ്റായി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം അത് അടിപൊളിയായിട്ട് കഴിഞ്ഞു. അടിപൊളി, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ലോങ് വീഡിയോ എന്റെ ഇത്ര കയറുന്നു. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവും. നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നു, അവസാനത്തെ എന്റെ ഈ വീഡിയോന്റെ അവസാനം ഒരു ഹിന്റ് ഉണ്ട്. അടുത്ത നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർപ്രൈസിങ് വീഡിയോയുടെ ഹിന്റ് ആണ് അവസാനം. അപ്പൊ ആ നിമിഷം ഇതാ വന്നിരിക്കുന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഹിന്റ് കാണിച്ചു തരാം. എന്റെ അടുത്ത വീഡിയോയുടെ ക്ലൂ ആണിത്. അപ്പൊ ഇതാണ് എന്റെ വീഡിയോയുടെ ക്ലൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ്, ഒരു പൂരമാണ് അടുത്തത് നിങ്ങൾക്ക് എന്റെ വീഡിയോ. അതായത് ജനഹൃദയങ്ങൾ കീഴടക്കിയ പൂരം.
ഫൈനലി ഞാൻ എൻ്റെ സ്വർഗത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇതേ കുഞ്ഞാപ്പും അമ്മൂസൊക്കെ അവരുടെ ഗെയിമിലേക്ക് കടന്നിരിക്കുന്നു. കളി വേറെന്താ, ടി വി ഒക്കെ ഇപ്പോൾ ടി വിയിലത്തെ കാർട്ടൂൺ, കുഞ്ഞാപ്പ് വന്നാൽ പിന്നെ ടി വിയിൽ കാർട്ടൂൺ അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല. അപ്പം അച്ഛനിപ്പോൾ ഇവിടുത്തെ ചടങ്ങിൻ്റെ ഡെക്കറേഷനിലാണ്, വീട് ഡെക്കറേഷനിലാണ്. ചടങ്ങ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറയാട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അച്ഛൻ്റെ ഡെക്കറേഷൻ ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ മാത്രമല്ല, ഇവിടെ ചുറ്റുവട്ട എല്ലാ വീടുകളിലും മാല ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഡെക്കറേഷൻസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ടാറ്റ, വീണ്ടും ടാറ്റ, ബൈ, സി യു. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ, സി യു. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എപ്പോഴെപ്പോഴും എനിക്ക് പറയാൻ വയ്യാട്ടാ, കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ശക്തി. ആ സപ്പോർട്ടിനായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഓരോ അപ്ഡേറ്റും എൻ്റെ വീഡിയോസിലും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം. കൂടെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പറയാം, ഈ കുട്ടിയുടെ വീഡിയോ അടിപൊളിയാണ്, കാണാനായിട്ട് എന്തായാലും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ അവരും കാണുമ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ കയറി അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കിട്ടും. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ, സി യു.